ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് രാവിലത്തെ ജോലികളിലോട്ടൊക്കെ പോവാട്ടോ. അപ്പൊ രാവിലെ ചേട്ടൻ ജോലിക്ക് പോയിട്ടോ. ചേട്ടൻ 7:30 ആയപ്പോൾ ജോലിക്ക് പോയി. അതിനുശേഷം രാവിലത്തെ എന്താ പറയാ, കുഞ്ഞുങ്ങൾക്ക് 9 മണിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിട്ടോ. 9 മണിയായപ്പോൾ പോയിട്ട് ഇനിയാണ് എൻ്റെ ജോലികളിലോട്ടൊക്കെ കടക്കുന്നത് കേട്ടോ. മറ്റേ നമ്മൾ മക്കൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ കിച്ചണിലെ എല്ലാ ജോലിയും തീർന്നു, കുട്ടികളും പോയി, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് എല്ലാം താറുമാറ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് തൂത്താലോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കി ഞാനൊന്ന് പുകയ്ക്കലുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ മിക്ക ദിവസം ഞാൻ ഒന്നിക്കൊന്നിരാണ്, എന്നും ചെയ്യത്തില്ല. ഇന്ന് പുകയ്ക്കുവാണെങ്കിൽ പിന്നെ നാളെ പുകയ്ക്കത്തില്ല കേട്ടോ, പിന്നെ മറ്റന്നാൾ പുകയ്ക്കും. കുന്തിരിക്കും, കുമിഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ. അപ്പോൾ ഓരോരോ ജോലികളൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് തൂക്കാട്ടോ, തൂത്തങ്ങ് തുടങ്ങാം. ഇവിടെ നല്ല വൃത്തിയായിട്ടാട്ടോ കിടക്കുന്നത്. ഇവിടെ നമ്മൾ വിളക്കൊക്കെ ഒരുക്കുന്നിടത്ത് നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും രാവിലെ ഇതൊക്കെ ചെയ്യാൻ ചേച്ചി കുളിച്ചായിരുന്നു എന്നിട്ടോ. ഞാൻ മേലൊക്കെ കഴുകി റെഡിയായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ, അല്ലാതെ ഞാൻ ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഒന്ന് തൂത്തൊക്കെ അങ്ങ് വാരാം. അപ്പൊ നമ്മൾ തൂത്തു കേട്ടോ. തൂത്തോണ്ട് വന്നേ നമുക്കിതെല്ലാം വാരി കളയാട്ടോ. ഞാൻ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പേ പാത്രമെല്ലാം കഴുകി വെച്ച് വീട് മൊത്തത്തിൽ തൂത്തു വാരിയിട്ടാട്ടോ കിടക്കുന്നത്. എങ്കിലും രാവിലെ ആകുമ്പോൾ കുറേ പൊടികളും അതും ഇതൊക്കെ വരും കേട്ടോ. കുഞ്ഞുങ്ങളുള്ള വീടല്ലേ, അപ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ അവരെന്തെങ്കിലുമൊക്കെ ഇട്ടും എടുത്തും ഒക്കെ നിൽക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പൊ നമുക്കിത് വാരാം. ഇത് വാരി ഒരു കളഞ്ഞിട്ട് നമുക്ക് പുകയ്ക്കാം കേട്ടോ. നമ്മളെ റൂമൊക്കെ ആണേ. ഇതൊക്കെ നമ്മളെ റൂമൊക്കെ കേട്ടോ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് പുകയ്ക്കാം. ചിലർ വിചാരിക്കുക ഇതെന്ത് പെണ്ണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് കേട്ടോ. ഞാൻ എൻ്റെ ഒരു രീതി, എൻ്റെ ശീലങ്ങളാട്ടോ ഇതൊക്കെ എൻ്റെ ശീലങ്ങളാണ്. എനിക്കിങ്ങനെ നമുക്കേ പുകച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് പൂവിട്ട് വയ്ക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ പോസിറ്റീവായിട്ടിരിക്കുക, അതൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ ആദ്യം ഇപ്പോൾ ചിലരെന്നോട് ചോദിക്കും, നിനക്ക് ഇതൊക്കെ പണ്ടറിയാം. എനിക്ക് പണ്ടൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നതായ കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുകയും നമുക്ക് നല്ലത് പറഞ്ഞു തരുമല്ലോ കുറേ ആൾക്കാർ. അങ്ങനെ ഞാൻ പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ എൻ്റെയൊക്കെ വീട്ടിൽ എന്ന് പറഞ്ഞാലും പണ്ടൊന്നും അങ്ങനെ വിളക്ക് അങ്ങനെ ഒന്നും ഭയങ്കര രീതിയിൽ വിളക്ക് കത്തിപ്പോ അത് അങ്ങനെയൊന്നും ഉള്ളടമല്ലായിരുന്നു കേട്ടോ. നമ്മളവിടെ ഒന്നും അങ്ങനെയല്ല. പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒറ്റയ്ക്ക് താമസമൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ തോന്നൂല. നമ്മളെ വീട്ടിൽ പോസിറ്റീവായിട്ട് എങ്ങനെ ഇരിക്കാം, അപ്പോഴും ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇതുണ്ടോ പച്ചക്കർപ്പൂരാണ് കേട്ടോ. ഈ പച്ചക്കർപ്പൂരം ഈ വെള്ളത്തിൽ ഇടും കേട്ടോ ഞാൻ. പിന്നെ അതെ ജവാദ് പൗഡർ ഇതും ഇടും കേട്ടോ. ഇതൊക്കെ നിങ്ങളെയൊക്കെ വീട്ടിലൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. നല്ല പോസിറ്റീവായിട്ടിരിക്കും കേട്ടോ. നമ്മളെ വീട്ടിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു മണവും നല്ല നമ്മളെ വീട്ടിൽ ഒന്ന് രാവിലെ എണീറ്റ് തൂത്തൊക്കെ വാരിയിട്ട് വിളക്ക് കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വിളക്ക് ഇപ്പം എല്ലാവർക്കും എന്നും ഇപ്പം വിളക്ക് കത്തിക്കാൻ പറ്റൂല. എൻ്റെ പൊന്നടാവേദ പുഴു. പിന്നെ അപ്പോൾ നമുക്ക് എന്നും വിളക്ക് കത്തിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവരെന്തോ ചെയ്യണമെന്നറിയോ, ഇതേപോലെ ഒരു രാവിലെ തൂത്തൊക്കെ വാരി വൃത്തിയാക്കിയിട്ട് ഇതുപോലൊരു ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ഏലക്ക ഉണ്ടെങ്കിൽ ഇടാട്ടോ. പിന്നെ കുറച്ച് ജവാദ് പൗഡറും ഒരിച്ചിരി പച്ചക്കർപ്പൂരം പൊടിച്ചിടണം. ഇട്ടിട്ട് കുറച്ച് പൂവൊക്കെ അതിനകത്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളെ വീട്ടിൽ നല്ല പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. നല്ല എന്താ പറയുക, നമുക്ക് നമ്മൾ തന്നെയാണ് നമ്മളെ വീട് വൃത്തിയാക്കി നല്ല പോസിറ്റീവായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം.
അല്ലാതെ നമ്മൾ മടി പിടിച്ച് അവിടെ ഇവിടെ ഇരുന്നിട്ട് അയ്യോ എൻ്റെ വീട്ടിൽ മൊത്തം നെഗറ്റീവാ എന്നുള്ള ചിന്തയും കൊണ്ട് നടന്നാൽ നമുക്ക് അതിനല്ലേ നേരം കിട്ടത്തുള്ളൂ. നമ്മൾ രാവിലെ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാവർക്കും രാവിലെ എണീറ്റിട്ട് തല നനയ്ക്കാനൊന്നും പറ്റാത്തവരുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ മേലൊക്കെ കഴുകിയിട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് മേലൊക്കെ കഴുകി ഒന്ന് സെറ്റായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്തുകൂടെ? ഞാനാണെങ്കിൽ കുറച്ച് പിന്നെ ജമന്തിയുടെ പൂവുണ്ടല്ലോ, അതും കുറച്ച് റോസാപ്പൂവാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇത് അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് പച്ചക്കർപ്പൂരമൊക്കെ ഇട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് പൂ വെക്കും കേട്ടോ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും. നമ്മൾ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ എപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് തന്നെ അത് ബാധിക്കും കേട്ടോ. എൻ്റെ അനുഭവമാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഇതുപോലെ വിളക്കെത്തിക്കുന്നതിൻ്റെ നേരെ ഇങ്ങനെ വെക്കും കേട്ടോ രാവിലെ. പിന്നെ നമുക്ക് ഇനിയാണ് നമ്മൾ കിച്ചണിലോട്ട് പോകണത് കേട്ടോ. ഇനി നമുക്ക് ചോറും കറിയൊക്കെ വെക്കാനുണ്ട്. നമ്മളതായ ജോലികളിലോട്ടൊക്കെ നമുക്ക് പോവാം. കത്തിച്ചിട്ട് നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത്. എത്ര പേർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ പണ്ട് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ സ്വന്തം വീടാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവിടെ അപ്പുറം ഇപ്പുറമൊക്കെ ഒത്തിരി ചേച്ചിമാരും എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊക്കെ രാവിലെ ഉറക്കം എണീറ്റാൽ ചായ കുടിക്കും, ചായ ഉണ്ടാക്കും, ചായ കുടിക്കും. പിന്നെ ഈ മീനൊക്കെ മേടിക്കാൻ മീൻകാരൊക്കെ വരുമ്പോൾ അവിടെ പോയി നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ കുറേ പെണ്ണുങ്ങളാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വരും. നമുക്ക് ഫുള്ള് നമ്മളെ വീട്ടിൽ നെഗറ്റീവ് ആയിരിക്കും കേട്ടോ. ഈ മറ്റുള്ളവരെ നുണയും പറഞ്ഞ് മറ്റുള്ള വീട്ടിൽ അപ്പുറത്തെ വീട്ടിലും കയറി ഇപ്പുറത്തെ വീട്ടിലും കയറി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ പറയുന്നത്. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ബാധിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് മറ്റുള്ളവരെ ഇതും പറഞ്ഞു നിന്നാൽ നമുക്ക് നെഗറ്റീവ് വരും. അതേസമയം നമ്മൾ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് രാവിലെ ഉറക്കൊണ്ടിട്ട് ചായയൊക്കെ ഇട്ട് ഇതുപോലെ തൂത്തൊക്കെ വാരി പുകച്ച് നമുക്ക് ഇതേണൊക്കെ പൂവൊക്കെ വെച്ച് പൂജാ റൂമിൽ വിളക്ക് കത്തിച്ചില്ലെങ്കിലും പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വീട്ടിൽ അന്നത്തെ ജോലിയൊക്കെ തുടങ്ങി നോക്കും. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും കേട്ടോ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. പക്ഷെ നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഒരു 5-6 ദിവസം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെയൊക്കെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ പറയാം, ശരിയാട്ടോ, ആ കൊച്ചു പറഞ്ഞ ശരിയാണ്, ചിന്നു പറഞ്ഞ ശരിയാണെന്ന് പറയും. കാരണം എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാനിപ്പോൾ ചിന്തിക്കാറുണ്ട്, എൻ്റെ പൊന്നു, എൻ്റെ ഒരു 6-7 വർഷം എങ്ങനെ പോയതാ. അപ്പുറം ഇപ്പുറം സംസാരിച്ചു കൊടുത്ത് നമ്മളെ നാട്ടുമ്പുറത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഈ മീൻ മേടിക്കാൻ പോകുമ്പോൾ കുറേ നേരം സംസാരിക്കുക, അവിടെ ഇവിടെ അങ്ങനെ അപ്പുറത്ത് ഇങ്ങനെ. പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെ അല്ല കേട്ടോ. ഇപ്പം ഞാൻ പോസിറ്റീവായിട്ടിരിക്കാൻ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ചെയ്യാം, എൻ്റെ വീട്ടിലെ സമയം ഇങ്ങനെയൊക്കെ എന്തൊക്കെ സമയം കണ്ടെത്തി എന്തൊക്കെ ചെയ്യാം പോസിറ്റീവായിട്ടിരിക്കുക എന്നാണ് കേട്ടോ ഞാൻ നോക്കുക. പിന്നെ നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാം കേട്ടോ. നല്ലോണം ഒന്ന് കത്തിക്കാം. അടുപ്പ് കത്തിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് അടുപ്പ് കത്തിച്ചാലോ? അടുപ്പ് കത്തിച്ചു കേട്ടോ. ഇത് അരിച്ചോറിനുള്ള ഈ വെള്ളം അവിടെ ഇരുന്നൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരി അരിയിടാം കേട്ടോ. ഞാൻ പിന്നെ റേഷൻ അരി ആട്ടോ വെക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മീനുണ്ട് കേട്ടോ. മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ മീൻ കറി വെക്കണം, ചോറ് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്കൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. അരി എടുത്തു കേട്ടോ. ഞാൻ റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. ഇച്ചിരി നേരം കുതിർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ തവിട് ഇതൊക്കെ പോയിട്ട് ആ ചെവ കാണത്തില്ല കേട്ടോ. നമ്മൾ റേഷൻ കടയിൽ അതല്ലേ, അപ്പോൾ ഒരു ചെറിയൊരു ചെവാണ്. അത് നമ്മൾ കുതിർത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും കേട്ടോ. നമുക്ക് കഴുകാം. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനിന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ, എനിക്ക് പിന്നെ സ്റ്റാൻഡ് ഇല്ല, നമുക്കിങ്ങനെ ഇതുള്ളതില്ല വെച്ച് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ 390 എത്ര രൂപയ്ക്ക് ഒരെണ്ണം ഞാൻ മേടിച്ചു കേട്ടോ. പക്ഷെ റിംഗ് ലൈറ്റ് ഒന്നും മേടിച്ചില്ല കേട്ടോ. അതിനുള്ള പൈസയൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഞാൻ വിചാരിച്ചു ഓരോന്ന് മേടിക്കാം. ആദ്യം ഇത് മേടിക്കാം, പിന്നെ റിംഗ് ലൈറ്റ് മേടിക്കാം. പിന്നെ ഞാൻ ഒറ്റയ്ക്കാട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കുറെ മാറ്റങ്ങൾ. മറ്റേ എൻ്റെ മക്കളാണല്ലോ വീഡിയോ എടുക്കുന്നത്, മക്കളും ചേട്ടനൊക്കെ ആണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഒരു 2-3 വെള്ളം, കുറച്ച് 5 വെള്ളമൊക്കെ ഞാൻ കഴുകും. എന്നിട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നത്.
ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, നമുക്ക് ചോറിന് അരി കഴുകിയിടാം. ഇത് ഞാൻ കുറച്ചു നേരം കുതിർത്ത് വെച്ചിട്ട് പിന്നെ എടുത്തതാണ് കേട്ടോ. നമുക്ക് തീ കത്താനേ നല്ല പാടാട്ടോ. പിന്നെ ഞാൻ ചോറൊക്കെ കൂടുതലും അങ്ങ് അടുപ്പിൽ വെക്കൂട്ടോ, അപ്പം ഗ്യാസ് അത്ര ഇതാവുമല്ലോ. പിന്നെ പെട്ടെന്ന് നമ്മൾ എടുക്കണ്ടേ. പിന്നെ നമുക്ക് അടുത്ത ജോലികളിലോട്ടൊക്കെ പോവാം. ഇതാട്ടോ നമുക്ക് മത്തിച്ചാളയാട്ടോ കിട്ടിയത്. നമുക്ക് വെളിയിൽ പോയിട്ടാണ് കണ്ടിച്ച് വൃത്തിയാക്കി കൊണ്ടുവരുന്നത് കേട്ടോ. അകത്ത് നമുക്ക് അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പം നമ്മൾ വെളിയിലാണ് കേട്ടോ പോണത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇത് വെള്ളത്തിൽ വെച്ചിട്ടിട്ട് പുറത്ത് പോയി കണ്ടിക്കുന്നതിന് മുമ്പേ നമുക്ക് എന്താ പറയുക, ഉള്ളിയും തക്കാളിയൊക്കെ പുളിമുളകും കറക്കി ഞാൻ ഇവിടുത്തെ രീതിയിലാണ് കേട്ടോ മൂപ്പിച്ചിട്ട് അരച്ചാണ് കേട്ടോ വെക്കുന്നത് ഉള്ളിയും തക്കാളിയൊക്കെ. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഉള്ളി തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടി എണ്ണയ്ക്കകത്ത് വഴറ്റണം കേട്ടോ. ഇതെല്ലാം കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ. വഴറ്റിയെടുത്തിട്ട് പിന്നെ ഇതിനകത്ത് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി ഇതേണ്ടേ അതെല്ലാം കൂടി എടുത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അരച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് കറി തോനെ കാണും കേട്ടോ. നമ്മൾ ഈ മൂപ്പിച്ചൊക്കെ വെക്കുമ്പോൾ ഒരു നേരത്തേക്കൊക്കെ അല്ലേ കാണത്തുള്ളൂ. അപ്പം നമുക്ക് ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശകലം ഇട്ടാൽ മതി, ഇപ്പം കുറച്ചിട്ടാൽ മതി. ഇതൊന്ന് വാടി വരാനുള്ള ഉപ്പ്. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആണോ നിങ്ങൾക്ക് ഇഷ്ടം, വേറെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണെന്നൊക്കെ വന്നിട്ട് കമന്റ് ഒക്കെ ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോ മാക്സിമം നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളെയൊക്കെ നല്ല മനസ്സുകൊണ്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമ്മളെയൊക്കെ ചാനലൊക്കെ ഒന്ന് നല്ല രീതിയിലാവത്തുള്ളൂ. ഞാൻ വിചാരിച്ചേ നമുക്കിതൊന്ന് മൂപ്പിച്ചിട്ട് മുളക് പൊടിയൊക്കെ വെച്ചിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് പോയിട്ട് മീൻ കണ്ടിച്ച് വൃത്തിയാക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇത് തണുത്തിരിക്കുക. അപ്പം നമുക്ക് മിക്സിക്കൊക്കെ അടിച്ചെന്നെടുക്കാം. അടിച്ചെടുത്ത് കറി വെക്കാം. പെട്ടെന്ന് തീരും കേട്ടോ അവിടുത്തെ ജോലി. ഞാനാണെങ്കിൽ അടുക്കള കയറി പെട്ടെന്ന് തീരും. പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച് ഇച്ചിരി താമസിച്ച് വരുന്നത് കേട്ടോ. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് ഇതേണ്ട കുറച്ചേ ഉള്ളൂ കേട്ടോ. പച്ചക്കറി ഇത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വേടിക്കണം. കുറച്ച് വെണ്ടയ്ക്കയും 2 വഴുതനങ്ങയും ഒരു സവാള ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. എന്താ പറയുക, ഒന്ന് വിഴുക്ക് വരട്ടി എടുക്കാം കേട്ടോ. അത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് മീൻ കഴിക്കാക്കത്തില്ലെന്നേ, മീൻ അലർജിയാണ്. അപ്പോൾ മീൻ കഴിക്കാൻ ഭയങ്കരമായ തലവേദന പോലെ വന്നിട്ട് ഭയങ്കര അലർജിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ ഇതാട്ടോ വിഴുക്ക് വരട്ടുന്നത്. ഇത് വിഴുക്ക് വരട്ടി പപ്പടം പൊരിക്കും. പിന്നെ മീൻകറിയൊക്കെ എന്താ പറയുക ചേട്ടൻ മക്കൾക്കാണ്. അപ്പം നമുക്ക് ഇത് പച്ചക്കറികളൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് മേടിക്കണം. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ മേടിക്കണം. കാരണം ഞാൻ മുളകും മല്ലിയും മേടിച്ച് ആയിരുന്നു കഴുകി തന്നെ ഞാൻ പൊടിപ്പിച്ചുകൊണ്ടിരുന്നത് പണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ അപ്പുറത്തൊരു വീട്ടിനെ കുറച്ച് അപ്പുറത്ത് ഒരു കടയുണ്ട് കേട്ടോ. അവര് മുളക് മല്ലി മേടിച്ച് നല്ല വൃത്തിയാക്കി പൊടിപ്പിച്ച് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ മേടിക്കുന്നത്. നമ്മളത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളത്തേക്കും കൂടി ഉള്ളു. അത് കഴിഞ്ഞിട്ട് നമുക്ക് മേടിക്കണം. അതൊക്കെ മേടിക്കാണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യം നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും ദൈവം നമുക്ക് ഇതേപോലെ ആഹാരവും വെള്ളം എല്ലാം തരുന്നതും ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാമല്ലേ. പിറ്റേ ദിവസത്തെ കാര്യം പിറ്റേന്ന് നമ്മൾ നല്ലോണം മൂപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പോയിട്ട് മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മള് മീൻ കണ്ടിച്ചിട്ടോ പുറത്ത് പോയി മീൻ കണ്ടിച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നു. അതിനിടയ്ക്ക് ഞാൻ അരച്ചു കേട്ടോ. ഞാൻ മിക്സിക്കകത്ത് അരയ്ക്കുന്ന കാണിക്കാത്ത എന്താണോ, ഞങ്ങളെ മിക്സിയുടെ എനിക്ക് ഈ ഒരു ജാറേ ഉള്ളൂ. ചെറിയ ജാറ് ചീത്തയായി പോയി. പിന്നെ ഞാൻ ഒരെണ്ണം മേടിച്ചതും ചീത്തയായി പോയി. പിന്നെ ഈ വലിയ ജാറാണെങ്കിൽ അടപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ അന്നേരം നമ്മളിവിടെ ഇരിക്കുന്ന ഒരു പാത്രത്തിൽ ഇത് വെച്ചിട്ടാണ് അടയ്ക്കുന്നത്. നമുക്ക് മേടിക്കട്ടെ. അപ്പം ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ കൊണ്ടുപോയി മൊത്തത്തിൽ തെറിക്കും കേട്ടോ അടിക്കുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പം നമുക്കിനി ഇതൊന്ന് അരപ്പ് കലക്കി അങ്ങ് വെക്കാം കേട്ടോ. അരപ്പ് കലക്കി നമുക്ക് കറി റെഡിയാക്കാം. നമുക്ക് അരപ്പ് കലക്കി കേട്ടോ.
കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് ഈ കറിവേപ്പിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്, ഭയങ്കര ഭ്രാന്താണ് കൂട്ടുകാരെ. എനിക്ക് തോന്നിയിടണം, പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവിടെ കുറച്ചേ ഉള്ളൂന്നേ. അപ്പൊ ഇതേ നമ്മള് ഈ കറി വെക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ച് കറി വെക്കാം. ഈ സ്റ്റാൻഡ് ഞാൻ നോക്കാം കേട്ടോ, അത് എത്രത്തോളം കാണാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ മൊത്തത്തിൽ ഇവിടെ എന്താ പറയാ, ഇപ്പൊ എല്ലാരും പറയും ഇവക്കൊന്നും ഇല്ല ഉപയോഗിക്കണ്ട. ലൈറ്റർ ചീത്തയായി പോയിട്ടോ, ഞാൻ മേടിക്കും കേട്ടോ. നമുക്ക് പരവൂര് പോകുമ്പോഴേ ലൈറ്റർ മേടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പരവൂര് പോകുമ്പോ അത് മേടിക്കാം. തീക്കുട്ടി വെച്ച് അങ്ങോട്ട് മേടിച്ചാൽ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതൊരു എന്താ പറയുക, തിളച്ച് വരുമ്പോ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ പച്ചക്കറികളും കൂടി അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് അതും കൂടി അങ്ങ് വിഴുത്ത് വരട്ടണമല്ലോ, എന്നാലല്ലേ നമ്മള് പച്ചക്കറി ഇങ്ങോട്ട് വൃത്തിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ 2 വഴുതനങ്ങ ഉണ്ടായിരുന്നല്ലോ, ഒരു സുന്ദരി വഴുതനങ്ങ. ഇവള് കേടാന്നേ. ഇവിടെ ഞാൻ മുറിച്ചെടുത്തപ്പോഴത്തേക്ക് ഒരെണ്ണത്തിന് കുഴപ്പമില്ല കേട്ടോ, ഒരെണ്ണത്തിന് നല്ല എന്നാ നോക്കി എന്ത് നല്ല സൗന്ദര്യമുണ്ട് സുന്ദരിക്ക്. പക്ഷെ മുറിച്ചപ്പോ കേടു കേട്ടോ. ഇതുപോലെ കേട്ടോ ഓരോ മനുഷ്യര് നമ്മൾ കാണുമ്പോഴത്തേക്ക് അവർക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറയട്ടോ. ഇതുപോലെയാണ് ശരീരത്തിനൊക്കെ ഓരോ അസുഖങ്ങളൊക്കെ വരുന്നത്. ഒക്കെയാണ് അതാണ്. അപ്പൊ നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് അരിഞ്ഞാലോ. അരിഞ്ഞെടുത്തിട്ട് നമുക്കിതും കൂടി വിഴുക്ക് വരട്ടാം. അപ്പോഴത്തേക്ക് നമുക്ക് എല്ലാം സെറ്റ് ആവും കേട്ടോ. നമുക്ക് അരിയാം. നമുക്ക് വിഴുക്ക് വരട്ടാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു കേട്ടോ. പിന്നെ അതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വിഴുക്ക് വരട്ടി എടുക്കാം. വിഴുക്ക് വരട്ടിയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, എണ്ണ ഒഴിച്ച് ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് വിഴുക്ക് വരട്ടെ കേട്ടോ. എനിക്ക് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് മീൻ കഴിക്കാനും പറ്റത്തില്ല. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എല്ലാം കൂടി ഒത്ത് അരിഞ്ഞ് പെട്ടെന്നുള്ളൊരു വിഴുക്ക് വരട്ടി അങ്ങ് ഇട്ടു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കും, പെട്ടെന്ന് വാടുമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ അത് അവിടെ ഇരുന്ന് ആയിക്കോളും. ആടിയൊക്കെ വരുമ്പോ പിന്നെ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മീൻകറി വേണ്ട ഇവിടെ സെറ്റായിട്ട് തന്നെ കാണിച്ചു വെക്കും. മീൻകറി ഇവിടെ ആവുന്നുണ്ട്. അടുപ്പിൽ ചോറും കിടക്കുന്നുണ്ട്. കറികളെല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് ചോറും ആകും കേട്ടോ. അപ്പൊ ജോലി പെട്ടെന്ന് തീരും. നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ നിന്നാൽ വേഗം കഴിയും കേട്ടോ അടുക്കളയിൽ. അങ്ങനെയാണ്. അപ്പൊ നമുക്കിതൊന്ന് വാടാട്ടെ. മീൻകറി ഇത് നല്ല രീതിയിലായിട്ടുണ്ട്. വിഴുക്ക് മിരട്ടിയായി. പിന്നെ ഇതേ ചോറ് കേട്ടോ. ചോറ് വെന്തില്ല, വേവായി ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇനി പപ്പടവും കൂടി വറുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മളിവിടുത്തെ ജോലി കഴിയും. പപ്പടവും കൂടി വറുത്താൽ മതി കേട്ടോ. അത് ചോറ് കഴിക്കുമ്പോഴേ ചെയ്യത്തുള്ളൂ. അപ്പൊ വിഴുക്ക് വരട്ടി, മീൻകറി, ചോറ് വാർത്തിട്ടിട്ടില്ല കേട്ടോ. അതും കൂടി അമ്മ എൻ്റെ ജോലിയെല്ലാം തീർന്നു കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് എപ്പോഴായാലും. പിന്നെ ഞാൻ എൻ്റെ കിച്ചൻ്റെ ഒരു കോലം കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പോഴപ്പോഴും കഴുകി വെക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം കഴുകി മീൻകറിയുടെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇതാട്ടോ. എനിക്ക് പിന്നെ കബോർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ നമ്മളിവിടെ ഒതുക്കി പറക്കി വെക്കൂടെ. പിന്നെ ദേ കണ്ടോ, ഇതൊക്കെ ദേ അവിടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നു. നമുക്ക് ഉള്ളതൊക്കെ ഡൈനിങ് ടേബിള് ഇവിടെയൊക്കെ എനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ. ഞാൻ നിൽക്കും കേട്ടോ, ഒന്ന് ലൈറ്റ് ഇടട്ടെ. എനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് ഡൈനിങ് ടേബിളിൻ്റെ പിറം ഒതുങ്ങി കിടക്കണം കേട്ടോ. ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ ആണെങ്കിൽ പോലും നമുക്കത് ഒതുക്കിയിടണം. പിന്നെ അതേ കണ്ടോ റൂം. ചിലർ വിചാരിക്കേ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മുമ്പ്. അതുകൊണ്ട് ഞാൻ കാണിച്ചാട്ടോ. ഞാൻ ഇപ്പോൾ കിച്ചണിൽ നിന്നിട്ട് വരുന്നതാട്ടോ. ഇവിടുത്തെ മെത്ത ഞാൻ അപ്പുറത്തിട്ടിരിക്കുവാണേ. ഞങ്ങൾ മക്കളും എല്ലാവരും കൂടി അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ എല്ലാം നീറ്റാണ്. പിന്നെ അതേ നമ്മൾ കിടക്കുന്ന റൂം നീറ്റാണ് കേട്ടോ. കണ്ടോ.
ഇതേണ്ടേ നമ്മൾ 2 മെത്തയും കൂടി ഇവിടെ ഇട്ടുണ്ട് കേട്ടോ, ക്ലീൻ ആട്ടോ. അതെൻ്റെ കുഞ്ചിപ്പെണ്ണിൻ്റെ പാവയാണ് കേട്ടോ. അവൾക്ക് എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ പാവയാണ്. ഒത്തിരി വർഷങ്ങളായി കേട്ടോ, ഒരു 4 വർഷത്തോളമൊക്കെ കഴിയുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടു കൊടുത്തതാണ് കേട്ടോ. അന്നോട്ട് എൻ്റെ മോള് സൂക്ഷിച്ച് വെക്കും കേട്ടോ. അവൾ ഉറങ്ങുമ്പോഴൊക്കെ കിടക്കുന്നതാട്ടോ ഇതിനെ വെച്ചിട്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പാവയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമുക്ക് നേരെ ഫ്രണ്ടും കൂടി കാണും കേട്ടോ. ഞാൻ ആ പൂവൊക്കെ വൃത്തിയാക്കി രാവിലെ വെച്ചില്ലേ, അവിടെയാണ് കേട്ടോ. കണ്ടോ, നല്ല നീറ്റായിട്ട് കിടക്കണം. ഇങ്ങനെ കിടക്കുമ്പോഴാണ് നല്ല രസമാട്ടോ. നമ്മൾ മുറ്റമൊക്കെ കണ്ടോ, ഞാൻ എന്നും തൂത്തൊക്കെ വാരിയിടും കേട്ടോ. അപ്പം നമ്മൾ തന്നെ പോസിറ്റീവായിട്ടിരുന്നാൽ നമുക്ക് നമ്മളെ വീട്ടിൽ ദൈവം നല്ല നല്ല വഴികളൊക്കെ തരും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ചോറും കൂടി വാർത്തിട്ടാൽ മതി, ജോലിയൊക്കെ തീർന്നു. അപ്പോൾ ഇതേണ്ടേ 11 മണി പോലും ആയില്ല കേട്ടോ. അതിന് മുമ്പേ എൻ്റെ ജോലിയെല്ലാം തീർന്ന്, അതായത് മക്കൾ ട്യൂഷന് പോയപ്പോൾ തന്നെ 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ കിച്ചണിലൂടെ എല്ലാം കേട്ടോ ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അരി വാർത്തിടണം. അപ്പം നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് സമയം കണ്ടെത്തി ഫ്രീ ആയിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരെല്ലാം കയറി സബ് ചെയ്യുക കേട്ടോ. മാക്സിമം നമ്മളെ വീഡിയോസൊക്കെ ലോങ് വീഡിയോ ഒക്കെ പരമാവധി എല്ലാവരും കാണാം, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി